നമസ്കാരം. പ്രധാന വാർത്തകൾ. കൺസെഷൻ നൽകാത്ത ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കണം. വിദ്യാർത്ഥികൾക്കായി കർശന ഇടപെടലുമായി ബാലാവകാശ കമ്മീഷൻ. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവം. ആലോചനാ യോഗം ഉടൻ. കുറച്ചു സമയം കുടുംബത്തിന് കൊടുക്കണം. 37-ാം വയസ്സിൽ ട്രാക്കിനോട് വിട പറയാൻ ഷെല്ലി ആൻഡ് ഫ്രൈസർ. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബസ്സുകളിലെ വിദ്യാർത്ഥി കൺസെഷനിൽ കർശന ഇടപെടലുമായി ബാലാവകാശ കമ്മീഷൻ രംഗത്ത്. കൺസെഷൻ നിശ്ചയിച്ച നിരക്കിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ അറിയിച്ചു. കൂടാതെ കൺസെഷൻ നൽകാത്ത ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. വീഴ്ച വരുത്തുന്ന ജീവനക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനും ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ ആലോചനാ യോഗം ഉടൻ ഉണ്ടാകുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ആനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. കർണാടക വനം വകുപ്പിന്റെ വീഴ്ചയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല. വീട്ടുമുറ്റത്ത് വെച്ചാണ് ആന ആക്രമിച്ചത്. സംഭവം വളരെയധികം ഗൗരവമേറിയത് തന്നെയാണ്. ഇനി കായിക വാർത്ത. ഈ വർഷം പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സോടെ ട്രാക്കിനോട് വിട പറയുമെന്ന് ജുമൈക്കർ താരം ഷെല്ലി ആൻഡ് ഫ്രൈസർ. 37-ാം വയസ്സിലാണ് ഷെല്ലി തന്റെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭർത്താവിനോടും മകനോടുമൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതുണ്ടെന്നും അവർക്ക് തന്നെ ആവശ്യമുണ്ടെന്നും ഷെല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.